Dear students, welcome to Learner's World. In this video, I am going to talk about a poem analysis, Threshold by Ocean Vuong, Kaleidoscope for Summer State, Calicut University, Common English. Ocean Vuong is an award-winning Vietnamese-American poet. His poetry explores themes of cultural identity, sexuality, family relationship, and making sense of displacement as a refugee. ഓഷ്യൻ വോങ് ഒരു അവാർഡ് വിന്നിങ് വിയറ്റ്നാമീസ് അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ കാണാൻ കഴിയുന്ന തീംസ് എന്ന് പറയുന്നത് ഒന്ന് കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ്, സെക്ഷുവാലിറ്റി, ഫാമിലി റിലേഷൻഷിപ്പ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ റെഫ്യൂജി, അതായത് ഒരു അഭയാർത്ഥി എന്നുള്ള നിലയിൽ കുടിയേറ്റം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റത്തെ കുറിച്ചിട്ടുള്ള ഫീലിങ്സ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോംസിൽ മേജർ തീംസ് ആയിട്ട് വരുന്നത്. Threshold means the point or place of entering into a new state or experience. അത് നമുക്ക് പഠിക്കാനുള്ള പോയത്തിൻ്റെ ടൈറ്റിലാണ് ത്രഷോൾഡ്. ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. എൻറ്ററിങ് ഇൻ ടു എ ന്യൂ സ്റ്റേറ്റ് ഓർ എക്സ്പീരിയൻസ്, അതായത് ഒരു പുതിയ എക്സ്പീരിയൻസിലേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരു മീനിങ് ആണ് ത്രഷോൾഡിനുള്ളത്. It describes young Ocean's habit of watching his father shower through a keyhole and listening to him sing. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഒരു അഡോളസെൻറ്റിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഒരു അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അതായത് നമ്മുടെ യങ് ആയിട്ടുള്ള ഓഷ്യൻ വോങ് അദ്ദേഹത്തിൻ്റെ ഫാദർ കുളിക്കുന്നത് ഒരു കീഹോളിലൂടെ വാച്ച് ചെയ്യാണ്. എന്നിട്ട് ഫാദറിൻ്റെ ആ ഒരു സോങ് ലിസൺ ചെയ്യുന്ന ഒരു സന്ദർഭം നമുക്ക് ഈ ഒരു പോയറ്റിൽ കാണാൻ കഴിയും. ഇറ്റ്സ് എ ഫസ്റ്റ് പോം ഇൻ ദ ആന്തോളജി നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂണ്ട്സ്. അപ്പോൾ ഇത് നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആന്തോളജി, ആ ഒരു കളക്ഷൻ ഓഫ് പോയട്രിയിലെ ഫസ്റ്റ് പോമാണ് ത്രഷോൾഡ് എന്ന് പറയുന്നത്. പോം റിട്ടൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. ഇത് ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു പോം റിട്ടൺ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ കപ്ലെറ്റ്സ്. അതുപോലെ ഇത് കപ്ലെറ്റ്സ് ആയിട്ട്, അതായത് 2 ലൈൻസ് ഒന്നിച്ച് വരുന്ന രീതിയിലാണ്, കപ്ലെറ്റ്സ് ആയിട്ടാണ് ഈ ഒരു പോം റിട്ടൺ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്പീക്കേഴ്സ് വോയറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. വാട്ട് ഈസ് വോയറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്? വോയറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, ദ പ്രാക്ടീസ് ഓഫ് gaining sexual pleasure from watching others when they are naked. വോയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയത്തിൽ നമ്മുടെ പോയറ്റിൻ്റെ ഒരു വോയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നേക്കഡായിട്ടുള്ള ആളെ വാച്ച് ചെയ്തുകൊണ്ട് ഒരു സെക്ഷുവൽ പ്ലഷർ നേടുക എന്നുള്ളതാണ് ഈ ഒരു വോയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ബോഡി എമേർജസ് ആസ് എ സൈറ്റ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് വൾണറബിലിറ്റി ഇൻ ദ പോം. ഈ ഒരു പോയത്തിൽ ബോഡി എന്ന് പറയുന്നത് തീമായിട്ട്, മേജർ തീമായിട്ട് വരുന്നുണ്ട്. അത് ഒരേ സമയം ഐഡൻറ്റിറ്റിനെ കാണിക്കുന്നുണ്ട്, അതുപോലെ ഒരാളുടെ വൾണറബിലിറ്റിനെ ഇത് കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബോഡി ബിലോങ്സ് ടു യങ് ബോയ് ഇൻ ദ ബിഗിനിങ് ഓഫ് പ്യൂബർട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻ ദ ബോഡി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ബോഡി ഒരു യങ് ബോയിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു യങ് ബോയ് തൻ്റെ പ്യൂബർട്ടി പീരിയഡ്, തൻ്റെ അഡോളസെൻ്റ് പീരിയഡിൻ്റെ ബിഗിനിങ്ങിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈസ് എ ബോഡി നോട്ട് അറ്റ് ഇൻ ഇറ്റ് ഫുൾ വാല്യൂ, ഹി ലാക്സ് ദ പ്രൈസ്. അപ്പോൾ ഈ ഒരു കുട്ടിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അവൻ നിൽക്കുന്നത് പ്യൂബർട്ടി പീരീഡിലാണ്, അഡോളസെൻ്റ് പീരീഡിലാണ്. അപ്പോൾ അവൻ്റെ ബോഡിക്ക് ഫുൾ വാല്യൂ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കോംപ്ലക്സ് അവനിലുണ്ട്. ഈ ലാക്സ് ദ പ്രൈസ്, അതായത് ആ ഒരു ബോഡിയിൽ, അതായത് ഒരു അഡോളസെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫുൾ വാല്യൂയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിഷമം നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ തുടക്കത്തിൽ കാണാൻ കഴിയും. ഇസ് ബോഡി ടു അറ്റൈൻ എ മോർ സബ്സ്റ്റാൻഷ്യൽ ഫോം. അതായത് അവന് അഡൽട്ട്ഹുഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവൻ്റെ ബോഡി ഒരു ഫുൾ സബ്സ്റ്റാൻഷ്യൽ ഫോമിൽ എത്തുള്ളൂ എന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. എൻഡേഴ്സ് ദ ത്രഷോൾഡ്. അങ്ങനെയാണ് അവൻ ആ ഒരു ത്രഷോൾഡിലേക്ക്, ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു
മറ്റൊരു തലത്തിലേക്ക് അവൻ എത്തിപ്പെടുന്നത്. ഹി ടെൽസ് us in the beginning of journey into adulthood. അതുപോലെ നമുക്ക് അവന് ഈ ഒരു പോയത്തിൽ തൻ്റെ അഡൽട്ട്ഹുഡിൻ്റെ ആ ഒരു ബിഗിനിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഹി ക്യാൻ നൗ ടേക്ക് ഇൻ ദ ഫുൾ വ്യൂ ഓഫ് ഹിസ് ഫസ്റ്റ് നേക്ഡ് മാൻ. അതുപോലെ ഈ ഒരു പോയത്തിൻ്റെ എൻഡിങ്ങിൽ അവൻ്റെ ആ ഒരു ഫസ്റ്റ് നേക്ഡ് മാന് അവൻ ഫുൾ വ്യൂവിൽ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം Threshold by Ocean Vuong. In the body where everything has a price, I was a beggar on my knees. In the body, അതായത് ബോഡിയിൽ എവറിത്തിങ് ഹാസ് എ പ്രൈസ്, എല്ലാത്തിനും ഒരു വിലയുണ്ട്, ഒരു വാല്യൂ ഉണ്ട് എന്നാണ് സ്പീക്കർ പറയുന്നത്. ഐ വാസ് എ ബെഗർ ഓൺ മൈ നീസ്. പക്ഷെ ഞാനിപ്പോൾ ഒരു ബെഗർ, ഒരു യാചകനെ പോലെ മുട്ടിൽ നിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എൻ്റെ ആ ഒരു ബോഡി ആ ഒരു ഫുൾ സബ്സ്റ്റൻഷ്യൽ ഫോമിൽ എത്തിയിട്ടില്ല. എനിക്ക് ആ ഒരു പ്രൈസ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലാക്ക് ഓഫ് പ്രൈസാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. I watched through the keyhole, not the man showering but the rain. Here we can see the boy is a beginning of the puberty period, adolescent period. Okay, I watched through the keyhole, not the man showering but the rain falling through him. അങ്ങനെ ഞാൻ ഒരു കീഹോൾ മീൻസ് വാതിലിൻ്റെ ഒരു താക്കോൽ ദ്വാരത്തിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒളിഞ്ഞു നോക്കുകയാണ്. ദ മാൻ ഷവറിങ്, ഒരാൾ അവിടെ കുളിക്കുന്നുണ്ട്. ബട്ട് ദ റെയിൻ, പക്ഷെ ഞാൻ അതെല്ലാം നോക്കുന്നത്, അയാളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുകയാണ്. അതായത് മഴ പെയ്ത് വെള്ളം അയാളുടെ ശരീരത്തിലൂടെ ഇറങ്ങുന്നതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഗിത്താർ സ്ട്രിങ് സ്നാപ്പിംഗ് ഓവർ ഹിസ് ഗ്ലോബ്ഡ് ഷോൾഡേഴ്സ്, ആ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലൂടെ, അതായത് ഗ്ലോബ്ഡ് ഷോൾഡേഴ്സ് മീൻസ് റൗണ്ടഡ് ആയിട്ടുള്ള ഷോൾഡേഴ്സ്, അതിലൂടെ ഇങ്ങനെ വെള്ളം അരിച്ചിറങ്ങുന്നത് ഏതുപോലാണ്. ഗിത്താർ സ്ട്രിങ് സ്നാപ്പിംഗ്, അതായത് ഗിത്താറിൽ ഉള്ള ആ ഒരു ഗിത്താർ സ്ട്രിങ്സിൻ്റെ ആ ഒരു നാദം പോലെയാണ് ആ ഒരു വെള്ളം ഇറങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഗിത്താർ സ്ട്രിങ് സ്നാപ്പിംഗ് എന്ന് പറയുന്നത് പോയിട്ട് ഇവിടെ മെറ്റഫറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, he was singing, which is why I remember it. His voice is filled me to the core like a skeleton. He was singing. അയാൾ എന്ത് ചെയ്യാണ്, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. വിച്ച് ഇസ് വൈ ഐ റിമെമ്പർ ഇറ്റ്, അതുകൊണ്ടാണ് എനിക്കത് ഓർക്കാൻ പറ്റുന്നത്. ഹിസ് വോയിസ് ഇസ് ഫിൽഡ് മീ ടു ദ കോർ ലൈക്ക് എ സ്കെൽട്ടൺ, ഈവൻ മൈ നെയിം. ഹിസ് വോയിസ് ഇറ്റ് ഫിൽഡ് മീ ടു ദ കോർ ലൈക്ക് എ സ്കെൽട്ടൺ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു സ്കെൽട്ടൺ, ലൈക്ക് എ സ്കെൽട്ടൺ എന്ന് പറയുന്നത് ഇവിടെ സിമിലിയാണ് പോയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്കെൽട്ടൺ മീൻസ് ഒരു അസ്ഥികൂടം, അത് കുത്തി ഇറക്കിയ പോലെ, അത് ആഴ്ന്നിറങ്ങിയതുപോലെ, അതുപോലെ എൻ്റെ ഹൃദയത്തിലേക്ക് അയാളുടെ ആ ഒരു വോയിസ്, അയാളുടെ ആ ഒരു പാട്ട് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈവൻ മൈ നെയിം നെൽ ഡൗൺ ഇൻസൈഡ് മീ ആസ്കിങ് ടു ബി ഇൻസ്പയർഡ്, എൻ്റെ പേര് പോലും എന്നോട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ മുട്ടുകുത്തി നിൽക്കുകയാണ്, എന്നോട് പറയുന്നുണ്ട് ഒഴിഞ്ഞു പോവാൻ, അതായത് ആ പേര് ഒഴിഞ്ഞു പോവാ എന്ന് പറയുന്നുണ്ട്. ഹി വാസ് സിംഗിങ്, ഇറ്റ്സ് ഓൾ ഐ റിമെമ്പർ, അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് അത് മാത്രമേ ഓർക്കാൻ പറ്റുന്നുള്ളൂ. ഫോർ ഇൻ ദ ബോഡി വെർ എവറിത്തിങ് ഹാസ് എ പ്രൈസ്, ഫോർ ഇൻ ദ ബോഡി വെർ എവറിത്തിങ് ഹാസ് എ പ്രൈസ്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ലൈനാണ് നമ്മുടെ ഈ ഒരു പോയത്തിൽ. അതായത് ബോഡിയിൽ പിന്നീട് ആ ഒരു സ്പീക്കർ പറയാണ്, ബോഡിയിൽ എല്ലാത്തിനും ഒരു പ്രൈസ് ഉണ്ടെന്ന് പറയാണ്. I was alive. I didn't know there was a better reason. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നതിനൊരു ബെറ്റർ റീസൺ ഉണ്ടെന്ന് എനിക്കറിയില്ല. That one morning, my father would stop a dark cold post in downpour. അങ്ങനെ ആ ഒരു മോർണിംഗിൽ എൻ്റെ ഫാദർ, അപ്പോൾ ഈ കുളിച്ചുകൊണ്ടിരിക്കുന്നത് സ്പീക്കറുടെ ഫാദറാണ്.
അഡൽഹുഡിലുള്ള ഫാദറാണ്. അപ്പോൾ ഈ ഒരു അഡോളസെൻറ്റിലുള്ള ഈ ഒരു ബോയ് അഡൽഹുഡിലുള്ള ആ ഒരു ഫാദറിൻ്റെ ബോഡിയാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആണ് അദ്ദേഹത്തിനൊരു സെക്ഷൽ പ്ലഷർ നേടുന്നത്. ദാറ്റ് വൺ മോർണിംഗ് മൈ ഫാദർ വുഡ് സ്റ്റോപ്പ് എ ഡാർക്ക് കോൾ പോസ്റ്റ് ഇൻ ഡൗൺ പവർ. ആ ഒരു അന്ന് രാവിലെ എൻ്റെ ഫാദർ ഒരു ഡാർക്ക് കോൾ പോസ്റ്റ് ഇൻ ഡൗൺ പവർ. കോൾട്ട് മീൻസ് എ യങ് മെയിൽ ഹോഴ്സ്, അതായത് ഒരു മെയിൽ ഹോഴ്സ്, ഒരു കുതിരയാണ്. അപ്പോൾ മഴയത്തൊരു മെയിൽ ഹോഴ്സിനെ നിർത്തിയതുപോലെ, സ്റ്റോപ്പ് ചെയ്തതുപോലെ എൻ്റെ ഫാദർ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഒരു ദിവസം രാവിലെ. I listened for my clutched breath behind the door. I didn't know the cost of entering a song. Was lost your way back. അങ്ങനെ എൻ്റെ ആ ഒരു ബ്രത്ത്, എൻ്റെ ആ ഒരു ശ്വാസം, ഞാൻ ആ കീഹോളിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫാദർ എൻ്റെ പിറകിലുണ്ട്, മഴയത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു മെയിൽ ഹോഴ്സിനെ പോലെയാണ് നിൽക്കുന്നത്, മഴ കൊണ്ടുകൊണ്ട്. അങ്ങനെ എന്നെ വാച്ച് ചെയ്യാണ്. എന്നിട്ട് എൻ്റെ ആ ഒരു അടക്കി പിടിച്ച ശ്വാസം അദ്ദേഹം ലിസൺ ചെയ്യുന്നുണ്ട്. ഐ ഡിഡൻറ്റ് നോ ദ കോസ്റ്റ് ഓഫ് എൻ്ററിങ് എ സോങ്. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഞാൻ ആ ഒരു പാട്ട് കേട്ട സമയത്ത്, ആ ഒരു പാട്ട് കേട്ടതിൽ എനിക്ക് കൊടുക്കേണ്ടി വന്ന വില. വാസ് ലോസ്റ്റ് യുവർ വേ ബാക്ക്. ലോസ് യുവർ വേ ബാക്ക് മീൻസ് ബിക്കം ലോസ്റ്റ് ഓർ അനേബിൾ ടു റിട്ടേൺ ടു എ പ്രീവിയസ് സ്റ്റേറ്റ്. അതായത് ആ പഴയ ഒരു കണ്ടീഷനിലേക്ക്, ആ ഒരു പഴയ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് വാസ് ലോസ് യുവർ വേ ബാക്ക് എന്ന് പറയുന്നത്. അതായത് ആ ഒരു പാട്ട് കേട്ടു, ഫാദർ കുളിക്കുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ പാട്ട് കേട്ടു എന്നുള്ള ആ ഒരു കാരണത്തിന് ഞാൻ കൊടുക്കേണ്ടി വന്നത്, എനിക്ക് ഒരിക്കലും ആ ഒരു പഴയ സ്റ്റേറ്റിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. സോ ഐ എൻഡേർഡ്, സോ ഐ ലോസ്റ്റ്. അങ്ങനെ ഞാൻ എൻഡേർഡ്, അതായത് അഡോളസെൻറ്റിലുള്ള കുട്ടി ആ ഒരു അഡൽഹുഡിലേക്ക് എൻ്റർ ചെയ്തു. സോ ഐ ലോസ്റ്റ്, എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് ഇറ്റ് ഓൾ വിത്ത് മൈ ഐസ് വൈഡ് ഓപ്പൺ. അതായത് എനിക്കിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. വിത്ത് മൈ ഐസ് വൈഡ് ഓപ്പൺ. അതായത് വൈഡ് ഓപ്പൺ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഹി ക്യാൻ നൗ ടേക്ക് ഇൻ ദ ഫുൾ വ്യൂ ഓഫ് ഹിസ് ഫസ്റ്റ് നേക്ഡ് മാൻ. അതായത് ആ ഒരു കുട്ടിയുടെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഫുൾ വ്യൂ, ഐസ് വൈഡ് ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് നേക്ഡ് മാനെ കാണുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.